അഭിലാഷിൻ്റെ വീഡിയോ എടുക്കും. ഇപ്പം നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് തമ്പാനൂരാണ്. ആ പുറകിൽ കാണുന്നത് KSRTC ടെർമിനലാണ്. ഈ കാണുന്നത് റെയിൽവേ ടെർമിനലാണ്. റെയിൽവേയുടെ ഫ്രണ്ട് ഓഫീസാണ്. ഇതിനകത്ത് കയറി വേണം നമുക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര തുടരാൻ. ഇവിടുന്ന് നമ്മൾ തെങ്കാശി തെന്മല റൂട്ട് വഴി തെങ്കാശിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ തെങ്കാശി തെന്മല റൂട്ടിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കണ്ട് പ്രോത്സാഹിപ്പിക്കും. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. ഇതാണ് റെയിൽവേ ടെർമിനൽ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ക്രൗഡൊന്നും വന്നാൽ ഇവിടെ വലിയ വിഷയമൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ വന്നാലും ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൗണ്ടറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലാണ് ലോങ്ങൊക്കെ പോകുന്ന ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന സ്ഥലം മുകളിലാണ്. ഇവിടെ താഴെ വേണമെങ്കിലും റിസർവ് ചെയ്യാൻ പറ്റും. നല്ല തിരക്കെന്ന് വന്നാൽ വലിയ വിഷയമൊന്നുമുള്ളൊരു സ്ഥലമല്ല. ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എൻട്രി ചെയ്ത് കയറുന്ന സ്ഥലത്ത് ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് ഇത് അവിടെ കിടക്കുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുകയാണ്. ട്രെയിന് വന്നില്ല. ട്രെയിൻ എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ, സമയം അറിഞ്ഞൂടാ. പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുകയാണ്. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ്. നല്ല നീളമാണ് കേട്ടോ പ്ലാറ്റ്ഫോമിൽ. ഇവിടെ കിടക്കുന്ന ട്രെയിൻ കണ്ടല്ലോ, ഗുരുവായൂർ തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് ആണ്. ഇത് എത്ര മണിക്ക് പോകുന്നതെന്ന് അറിഞ്ഞൂടാ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഈ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. തിരിച്ച് ഇവിടെ നിന്ന് എത്ര മണിക്കാണെന്ന് അറിഞ്ഞൂടാ. ട്രെയിന് 3-ലോ 4-ലോ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സലേറ്ററിൽ കയറി 3-മത്തെ 4-മത്തെ പ്ലാറ്റ്ഫോമാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോവുകയാണ്. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എക്സലേറ്ററാണ്. അപ്പുറത്തെ സൈഡിൽ കാണുന്ന അങ്ങ് താഴോട്ട് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹിയാണ് കേട്ടോ. ഈ ട്രെയിനിൽ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പുറത്തെ ഒരെണ്ണം കിടപ്പുണ്ട്. തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഇത് 3-മത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. നമ്മൾ നേരത്തെ 1-മത്തെ പ്ലാറ്റ്ഫോമാണെങ്കിൽ ഇത് 3-മത്തെ പ്ലാറ്റ്ഫോമാണ്. ഈ കാണുന്ന 2-മത്തെ പ്ലാറ്റ്ഫോമാണ്. ഈ ട്രെയിനിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിൽ കയറി പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. ട്രെയിനിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ സ്ഥിരം യാത്ര ചെയ്യാത്തത് കൊണ്ട് അത്ര പിടുത്തമില്ല. അവിടെ നിന്ന് ഏതോ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ട്രെയിൻ ഇറക്കി നടന്നിട്ട് ഒന്നും നടന്നില്ല. ഈ ന്യൂഡൽഹി
ട്രെയിനിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ പോകാൻ പറ്റുമോ എന്തോ അറിഞ്ഞൂടാ. സ്ഥിരം യാത്ര ചെയ്യാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഈ ന്യൂഡൽഹി എക്സ്പ്രസ്സിൽ പോകാം എന്നുള്ള ഒരു ധാരണയിൽ ഇവിടെ നിൽക്കുകയാണ്. ഈ കൊല്ലം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചോദിക്കുകയാണ്, നമ്മൾ കൊല്ലം പോകുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ട്രെയിനിലാണെങ്കിൽ കയറി പോവാം എന്നുള്ളതായിരിക്കും അവരുടെ മറുപടി. അപ്പോൾ ഈ ന്യൂഡൽഹി എക്സ്പ്രസ്സിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ട്രെയിൻ എടുത്താ 12:15 ഈ ട്രെയിൻ പോകുന്നത് കേട്ടോ. ഇതിൽ ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ട്രെയിൻ നമ്പർ 1262 കേട്ടോ. ഇങ്ങോട്ടുള്ള ട്രെയിനിൻ്റെ നമ്പറാണത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രെയിനിൻ്റെ നമ്പറാണ് ഞാൻ രണ്ടാമത് വായിച്ചത്. അപ്പോൾ ഇവിടെയാണ് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ കയറി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് വരെയായിട്ട് AC ട്രെയിനിൻ്റെ ബോഗിയിൽ കയറിയിട്ടില്ല കേട്ടോ. അയ്യോ, എന്തൊരു തണുപ്പ്, ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം തണുപ്പ്. ചുമ്മാ എല്ലാ ആൾക്കാർ AC നടന്ന് പിടിക്കുന്നു. നല്ല രാജകീയ യാത്രയാണ് കേട്ടോ തിരുവനന്തപുരത്ത് പോകുന്നത്. ഈ ട്രെയിന് നല്ല തണുപ്പുണ്ട്. നമ്മൾ ഈ നടന്നു പോകുമ്പോൾ തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. മഴയും കൂടെ ആയതുകൊണ്ട് ഒട്ടും പറ്റത്തില്ല. ഇവിടെ 2 ലോക്ക് അടപ്പുണ്ട് കേട്ടോ. ആ ലോക്ക് ഏതാണെന്ന് നോക്കിയിട്ട് വരാം. ഇത് WAP4 ആണ് കേട്ടോ. 22517 ഇതിൻ്റെ നമ്പർ. ഇത് ആരക്കോണം ഷെഡിൻ്റെ ഒരു ലോക്കയാണ് കേട്ടോ. ആരക്കോണം ഷെഡാണ് ഈ ലോക്കയുടെ ആസ്ഥാന മന്ദിരം. പിന്നെ അവിടെ ഒരു ലോക്കോ ഈ ന്യൂഡൽഹി ട്രെയിനിൻ്റെ കിടപ്പുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് പ്ലാറ്റ്ഫോം വിട്ടാണ് കിടക്കുന്നത്. അതിലിപ്പുറത്തത് എഴുതിയിരിക്കുന്ന വായിക്കാനും പറ്റത്തില്ല. ഇത് ആരക്കോണം ഷെഡിൻ്റെ ലോക്കയാണ്. വീഡിയോ എടുത്ത് നടന്ന് ട്രെയിനിൻ്റെ ഇൻസൈഡ് ഫുള്ളായത് അറിഞ്ഞില്ല. അതുകൊണ്ട് ലോക്കലിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പം നിൽക്കാം എന്നുള്ള ധാരണയിലാണ്. കറക്റ്റ് 12:15 ഇപ്പോൾ ട്രെയിൻ എടുത്തായിരുന്നു കേട്ടോ. തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ മൂവായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 12:15 ട്രെയിൻ എടുത്തിട്ടുണ്ട്. കേരള എക്സ്പ്രസ്സാണ് കേട്ടോ ഇത്. ന്യൂഡൽഹി കേരള എക്സ്പ്രസ്സാണ്. സ്റ്റോപ്പ് കുറവാണെന്നുള്ളതാണ് ട്രെയിനിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന സമയത്തിന് നമുക്ക് യാത്ര ചെയ്ത് ചെന്നെത്താനും പറ്റും എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഈ ട്രെയിനിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൽഹി അങ്ങനെയുള്ള യാത്രകൾക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ കേരള എക്സ്പ്രസ് സെലക്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം. സെലക്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഇത് പേട്ട റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പേട്ട റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിൻ റൺ ചെയ്ത് പോവുകയാണ്. ഇവിടെ നിർത്തിയിരുന്നു. ഇവിടുന്ന് എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരം എയർപോർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എയർപോർട്ടിൻ്റെ അടുത്ത് വേളി ഓൾ സയൻസ് വഴി ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീല് തന്നെയാണല്ലേ. നമ്മൾ എങ്ങനെ യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഫീല് ഒന്ന് വേറെ തന്നെയാണ്.
അത് യാത്ര ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നിങ്ങളാരും ട്രെയിനിൽ പോകാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ കൃത്യമായി ട്രെയിനിൽ ഒരു ദിവസം കയറിയിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ പോകണം. വീടിനകത്ത് കയറി ഇരിക്കരുത്. യാത്രകൾ ചെയ്യണം. ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിനൊരു അർത്ഥം വരുള്ളൂ. പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയല്ലേ. നല്ല മഴക്കോള് ഇരുണ്ട് കറുത്ത് സെറ്റായി കിടക്കുകയാണ് കേട്ടോ. ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഈ മനുഷ്യനെ കണ്ട, ഈ മനുഷ്യൻ ട്രെയിൻ എടുത്തതിന് ശേഷമാണ് ട്രെയിനിലേക്ക് ചാടി കയറിയത്. ഞാൻ പുള്ളിയെ കൈപിടിച്ച് ട്രെയിനിലോട്ട് കയറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് അലക്ഷ്യമായിട്ടാണ് ട്രെയിനിൻ്റെ പടിയിലിരുന്ന് യാത്ര ചെയ്യണമെന്നോ. ചെറിയൊരു തലകർക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന രീതിയിലാണ് പുള്ളി യാത്ര ചെയ്യുന്നത്. ഒരു ബോധവും ഒന്നുമില്ല. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആവേശത്തിൽ പുള്ളി സ്വയം മറന്നങ്ങിയിരിക്കുകയാണ് വീട്ടിലിരിക്കും പോലെ. നിങ്ങൾ ഈ ഹിന്ദിക്കാരനെ കണ്ടോ? ഈ ഹിന്ദിക്കാരൻ അവൻ ആ കാല് വെച്ചിരിക്കുന്നത് ആ ഫാനിൻ്റെ പുറത്താണ്. അവൻ്റെ വീട്ടിലെ ഒരു മുതലാണെങ്കിൽ അവൻ ഇങ്ങനെ കാല് വയ്ക്കുക. അവൻ്റെ അച്ഛൻ്റെ വക പോലെയാണ് അവൻ കാല് വെച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ നികുതി അടയ്ക്കുന്ന മുതലാണ്, അവൻ്റെയും സ്വത്താണ്, പൊതു സ്വത്താണ്. നമ്മളങ്ങനെ ചവിട്ടാൻ പാടില്ല എന്നൊന്നും അവനങ്ങനെയൊന്നുമില്ല. അവനങ്ങ് ചവിട്ടി കിടക്കുകയാണ്, അവൻ്റെ സൗകര്യം. അവൻ്റെ വീട്ടിൽ കട്ടിൽ കിടക്കുമ്പോൾ അങ്ങ് കിടക്കുകയാണ്. അവൻ്റെ കാലെല്ലാം ഒഴുത്തി പിടിച്ച് ഫാനിലൊക്കെ ചവിട്ടി. ഇത്ര വിവരമില്ലാത്ത ആൾക്കാർ ആണ് കൂടുതലും. ഇവൻ വിദേശ രാജ്യത്ത് പോയ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൈയും കാലും എല്ലാം അവന്മാർ അടിച്ചൊടിച്ച് എവിടെയെങ്കിലും എടുത്തു. ഇന്ത്യക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ എല്ലാ നിയമങ്ങളും തെറ്റിക്കും. എന്നിട്ട് വിദേശ രാജ്യത്ത് പോയാൽ ഇതുപോലെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരു രാജ്യക്കാർ വേറെ ഒരിടത്തും കാണില്ല. അതാണ് അവിടെയും ഇവിടെയും തമ്മിൽ ഒരു പെരുമാറുന്നതിൻ്റെ ഒരു രീതി. നോർത്ത് ഇന്ത്യൻസ് പൊതുവേ വെളിവില്ലാത്തവന്മാരാണ് കേട്ടോ. എന്തെങ്കിലും ഒരു തൊല്ല അവന്മാരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ട്രെയിനിപ്പം വർക്കല ശിവഗിരി എത്തി കേട്ടോ. ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുന്നത്. അപ്പുറത്ത് ബാക്കിലാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇത് എത്രാമത്തെ പ്ലാറ്റ്ഫോം? 2 3 പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. തിരുവനന്തപുരം ഏതോ ഒരു ട്രെയിൻ, പേര് കറക്റ്റാണ് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. തിരുവനന്തപുരം എന്നുള്ള ബോർഡ് മാത്രമേ കറക്റ്റ് കാണാവൂ. അതിന് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് വ്യക്തതയില്ല. നല്ല മഴക്കോളുണ്ട്. ട്രെയിന് വർക്കലയിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പുറത്തൊരു ട്രെയിൻ കിടപ്പുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് ഒരു പിടിയില്ല, വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. നോൺ സ്റ്റോപ്പാണ് ഈ ട്രെയിൻ കൂടുതലും. അതായത് സ്റ്റോപ്പ് കുറവാണ്. വർക്കല പോലുള്ള മെയിൻ സ്റ്റോപ്പുകളിലൊക്കെ നിർത്തുള്ളൂ. റെയിൽവേ ട്രാക്ക് എന്നും ഒരു ഭീതി തന്നെയാണല്ലേ. ഞാൻ പല സമയത്തും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മിനിറ്റ് നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കും കയ്യിൽ നിന്ന് പോകുന്നത്. വല്ലാത്ത ഒരു സംഭവം തന്നെ. ഇത് കണ്ടുപിടിച്ച ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല. ഈ തിരുവനന്തപുരം
ചിറയൻകീഴ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ട്രെയിൻ പോകുന്ന വഴിക്ക് ഉള്ള സ്ഥലങ്ങളുടെ പേരുകളെല്ലാം പല സമയത്തും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോഴേ നമുക്കത് കറക്റ്റ് ഇന്ന സ്ഥലമാണെന്ന് മനസ്സിലാവുള്ളൂ. ഇടയ്ക്ക് എത്തുന്ന സമയത്ത് ഓരോരോ കായലും അതുപോലെ തന്നെ വലിയ വലിയ പാലങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്. അവിടെ ഫേമസ് ബ്ലോഗറായിട്ടുള്ള സന്തോഷ് ജോർജുള്ള അങ്ങനെ എവിടെ പോയാലും സ്ഥലത്തിൻ്റെ പേരൊക്കെ കറക്റ്റാണ് പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പുള്ളി ചെയ്യുമ്പോൾ പുള്ളിക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്. ട്രെയിന് ഓടുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകതയാണ്. നിങ്ങൾ ഈ കായൽ കണ്ടോ, എന്ത് ഭംഗിയാണ്. ഈ കായലിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. വളരെയധികം മനോഹരമായ കായൽ. ഈ കായലിനകത്തൂടെ ഒരു വള്ളത്തിൽ ഇങ്ങനെ യാത്രയാണ്. സ്വർഗത്തിൽ പോകുന്ന ഫീലായിരിക്കും. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. സത്യമാണ്, വയലാറ് ആ പാട്ട് എഴുതിയത് വളരെയധികം സത്യമാണ്. കാമുകനും കാമുകിയും ഒത്ത് ഒരു വള്ളത്തിൽ ഈ കായലിലൂടെയുള്ള യാത്ര നിങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കണം. അതാരായാലും. ട്രെയിന് കൊല്ലം എത്തിയേട്ടാ. കൊല്ലം SN കോളേജാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊല്ലം ഇങ്ങനെ എൻട്രിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിൻ്റെ ഒരു പ്രധാന അടയാളമായിട്ടാണ് ഈ കോളേജ് ഇവിടെ നിൽക്കുന്നത്. ട്രെയിനിൽ വരുന്നവർക്ക് കൊല്ലം എത്തുമ്പോൾ കറക്റ്റ് ഈ ഒരു അടയാളം കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയാൽ അവർക്ക് അപ്പോഴേ തന്നെ മനസ്സിലാവും കൊല്ലം ആണ്. SN കോളേജിൻ്റെ അടുത്തുള്ള ഒരു ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് കൊല്ലം എത്തിയതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മൊബൈലൊന്നും ഇല്ലാത്തവരുടെ കാര്യമുണ്ട് കേട്ടോ. കൊല്ലത്തോട്ട് എൻട്രിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏത് പ്ലാറ്റ്ഫോമിലാണ് പിടിക്കണതെന്നൊരു പിടിയില്ല, അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അങ്ങനെ കൊല്ലം എത്തി മക്കളെ, കൊല്ലം എത്തി. ഒരു ട്രെയിനൂടെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഏതാണെന്ന് അറിഞ്ഞൂടാ. ഒരു ട്രെയിനിലൂടെ പിടിച്ചിട്ടൊക്കെയാണ്. വായിക്കാനൊന്നും പറ്റുന്നില്ല. ട്രെയിനിൽ യാത്ര ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ഗ്രഹിയും ഇല്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ നടക്കേണ്ട കേട്ടോ. തെങ്കാശി ട്രെയിന് എത്ര മണിക്കുണ്ടെന്ന് അറിയാൻ വേണ്ടി. നല്ല റെയിൽവേ സ്റ്റേഷനാണ്, നല്ല നീളമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ചില ഭാഗങ്ങളിലൊക്കെ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി മേളിലോട്ട് കയറി അപ്പുറത്ത് പോയി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തി മാത്രമേ അടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. മഴ തകർത്ത് പെയ്യാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോരുന്നുണ്ടെങ്കിലും നല്ല മഴയാണ്. എൻ്റെ ഈ വലത് സൈഡിൽ കിടക്കുന്ന അനന്തപുരിയാണ് കേട്ടോ. ഇടത് സൈഡിൽ കാണുന്നത് ഞാൻ വന്ന ട്രെയിനാണ്, കേരള എക്സ്പ്രസ് ആണ്. ഇപ്പം നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ചെങ്കോട്ട വഴി യാത്ര ചെയ്യാൻ വേണ്ടി 2 ടിക്കറ്റ് എടുത്ത് മധുരയിലോട്ടാണ് ടിക്കറ്റ് എടുത്തത്. മധുര വരെയുള്ള ടിക്കറ്റ് എടുത്തു. കുറച്ച് ലോങ് ആണ്. നമുക്ക് മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരും. മധുര 290 2 ടിക്കറ്റ് 290. ഇപ്പോൾ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. 2:50 ഇവിടുന്ന് ട്രെയിനുള്ളത്. അപ്പോൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ പണി നടക്കുകയാണ് കേട്ടോ. അതാണ് ഈ സൈഡ് അടച്ചു വെച്ചിരിക്കുന്നത്. ലോക്കൽ ടിക്കറ്റാണ് കേട്ടോ. 12 മണിക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. 12 മണിക്കുള്ള ട്രെയിൻ പോയായിരുന്നു. നമ്മൾ TTRൻ്റെ ചോദിച്ചപ്പോൾ 12 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു, അത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 2:50 ഉള്ളൂ. എന്തായാലും നേരം വെളുക്കും വീട്ടിൽ എത്തുമ്പോൾ. നിങ്ങൾ ഈ ലോക്കോ ഉണ്ടോ? ഈ ലോക്കോ ഫ്രണ്ടിൽ പൈലറ്റിൽ നിന്ന് ഓടിക്കാനുള്ള ക്യാബിനില്ല. ആ ക്യാബിനുള്ളത് ബാക്കിൽ മാത്രമാണ്. പണ്ടത്തെ ലോക്കയാണ് കേട്ടോ. ഇത് ട്രെയിൻ ഓടിക്കുന്ന ലോക്കയാണെന്ന് അറിഞ്ഞൂടാ. എന്തോ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ലോക്കയാണ്. എന്തെങ്കിലും ഡാമേജസ് തീർക്കാൻ വേണ്ടി ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ലോക്കയാണെന്നാണ് തോന്നുന്നത്. സ്റ്റെൻഡിങ്ങിന് അങ്ങോട്ട് പോവുകയാണ്. തിരിച്ചിട്ട് വേറെ ട്രാക്കിലോട്ട് വരാൻ വേണ്ടി സ്റ്റെൻഡിങ്ങിന് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പണ്ട് കാലത്തുള്ള ലോക്കയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കൊള്ളാം, അടിപൊളി. ഫുഡ് ലൈറ്റായിട്ട് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വേസ്റ്റ് എല്ലാം കൂടെ അവിടെ ഇട്ട് പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാൻ വേണ്ടി പോയതാണ്. ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടിട്ട് ഇവിടെ വന്നിരിക്കാം. ട്രെയിൻ വരാൻ സമയം വരുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഡൗട്ടുണ്ട് കേട്ടോ. പോകാൻ പറ്റുമോ ഇല്ലേ എന്നൊരു സംശയമുണ്ട്. ഒരു 2 മിനിറ്റിനകത്തത് മനസ്സിലാക്കാൻ പറ്റും പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ തേഞ്ഞൊട്ടി കേട്ടോ.
ഇവിടെ വന്നപ്പോഴത്തേക്കും ട്രെയിന് പോയി. നമ്മളാണ് ടിക്കറ്റ് എടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് അനന്തപുരിയാണ്. പക്ഷേ അത് ഓർമ്മിച്ചില്ല. മധുര എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുത്തതാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങാം എന്ന് വിചാരിച്ച് ലാസ്റ്റ് വരെ പോകണമെങ്കിൽ പോവാം എന്നുള്ള രീതിയിലാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ പണി കിട്ടി. അവർ ടിക്കറ്റ് അടിച്ചു തന്നത് അനന്തപുരിക്കാണ് ടിക്കറ്റ് അടിച്ചു തന്നത്. നമ്മൾ ഈ ചെങ്കോട്ട വഴിയുള്ള മധുര ട്രെയിൻ എന്നാണ് ആദ്യം കരുതിയത്. ചെങ്കോട്ട വഴിയുള്ള മധുര ട്രെയിൻ എന്നാണ് കരുതിയത്. പക്ഷേ അതല്ലായിരുന്നു, അത് അനന്തപുരി ട്രെയിനായിരുന്നു. 11:45 ആ ട്രെയിൻ ഇവിടുന്ന് പോയി. കുറച്ച് രാവിലെ ഇറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. രാവിലെ എങ്കിൽ കറക്റ്റായിട്ട് ആ ട്രെയിനിൽ തന്നെ നമുക്ക് ചെങ്കോട്ട തെങ്കാശിയൊക്കെ പോകുമായിരുന്നു. പക്ഷെ നമ്മൾ യാത്ര ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതോ അപ്പുറത്തിടങ്ങുന്ന അനന്തപുരിയിൽ തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്.